നാളെ തദ്ദേശ പോരിന്റെ ഫലം വരുമ്പോൾ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്? അതാണ് ഇലക്ഷൻ ഹെറാൾഡ് ആദ്യം ഈ മണിക്കൂറിൽ പരിശോധിക്കുന്നത്. കേരളത്തിന്റെ ആകെ ആകാംക്ഷയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ. അവിടുത്തെ സീറ്റ് നില തന്നെ പരിശോധിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. എന്തുകൊണ്ടാണ് അവിടുത്തെ സീറ്റ് നില എന്ന് പറഞ്ഞാൽ ഈ ഉദ്വേഗം എന്നതുകൊണ്ട് എന്നതിന് തിരുവനന്തപുരത്ത് അർത്ഥമുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ പ്രസന്റേഷനിലേക്ക് പോകാം. തിരുവനന്തപുരം കോർപ്പറേഷനിൽ നാളെ പരിശോധിക്കേണ്ട 3 കാര്യങ്ങളാണ്. LDFന്റെ നേരിയ ഭൂരിപക്ഷം നിലനിൽക്കുമോ അതോ മാറി മറിഞ്ഞ് തൂക്ക് കോർപ്പറേഷൻ ആകുമോ ഇവിടെ ഉണ്ടാവുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. രണ്ടാമത്തേത്, 2ാം സ്ഥാനത്തുള്ള BJP ഇനിയും കുതിക്കുമോ അതോ ആത്മഹത്യകൾ, ഒന്നല്ല 2 ആത്മഹത്യാ വിവാദം അടക്കമുള്ള കുരുക്കുകളിൽ BJP താമരത്തണ്ട് ഒടിയുമോ എന്നുള്ളത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. KS ശബരിനാഥനെ അടക്കം രംഗത്തിറക്കിയ കോൺഗ്രസിനെ 3ാം സ്ഥാനത്ത് നിന്ന് ഉയർത്തെഴുന്നേൽക്കാൻ പറ്റുമോ എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെയെങ്കിൽ BJP പോക്കറ്റുകളിലേക്ക് കടന്നു കയറി തിരിച്ചു വരാൻ കോൺഗ്രസിന് സാധിക്കുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട 3ാമത്തെ ചോദ്യം. ഇനി കോൺഗ്രസ് വിമതലെ പാട്ടിലാക്കി LDF ഭരിച്ച കോർപ്പറേഷനാണ് തൃശൂർ എന്ന് നമുക്കറിയാം. കഴിഞ്ഞ തവണത്തെ തൃശൂരിന്റെ കണക്ക് എന്ന് പറയുന്നത് 24-24. അവിടെ 1 എന്ന് പറയുന്ന വിമതൻ, അവിടെ MK വർഗീസ് എന്ന് പറയുന്ന മേയർ ആക്കിക്കൊണ്ട് തൃശൂർ കോർപ്പറേഷൻ ഭരിക്കുകയായിരുന്നു LDF ചെയ്തത്. പക്ഷേ വിവാദങ്ങളിൽ നിന്ന് വിവാദങ്ങളിലേക്ക് LDF കൂപ്പുകുത്തി 5 വർഷമാണ് തൃശൂരിൽ കടന്നുപോയതെന്ന് നമുക്കറിയാം. നിലവിലെ തൃശൂർ കോർപ്പറേഷന്റെ കക്ഷി നിലയാണ് നമ്മൾ പരിശോധിക്കുന്നത്. നിലവിലെ കക്ഷി നില ഈ വിധത്തിൽ കാണുന്നതാണ്. അത് നിങ്ങൾ കണ്ടു കഴിഞ്ഞിരിക്കുകയാണ്. 24-24. ഒപ്പം തന്നെ BJP 6, സ്വതന്ത്രൻ 1, ആ സ്വതന്ത്രൻ കൂടി ചേർത്താണ് 25 എന്ന നിലയിൽ തൃശൂർ കോർപ്പറേഷൻ LDF ഭരിക്കുകയും ചെയ്തത്. ഇനി അവിടെ പരിശോധിക്കേണ്ട, പ്രേക്ഷകർ ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങളാണ്. കോർപ്പറേഷൻ UDF തിരിച്ചു പിടിക്കുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോഴും UDFന് ശക്തമായ പോക്കറ്റുകളുള്ള ഒരു കോർപ്പറേഷൻ തന്നെയാണ് തൃശൂർ കോർപ്പറേഷൻ എന്ന് പ്രേക്ഷകർക്കറിയാം. 2, കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റി LDFിൽ നിന്ന് BJP പിടിച്ചെടുക്കുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. BJP അവരുടെ A ലിസ്റ്റിൽ പെടുത്തിയിട്ടുള്ള മുനിസിപ്പാലിറ്റികളിൽ ഒന്ന്, സംസ്ഥാനത്താകെ അവർ പിടിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന 10 മുനിസിപ്പാലിറ്റികളിൽ ഒന്ന് കൊടുങ്ങല്ലൂരാണ്. അങ്ങനെയെങ്കിൽ കാവിക്കൊടി ഉയരുമോ കൊടുങ്ങല്ലൂരിൽ എന്നുള്ളത് ചോദ്യമാണ്. 3ാമത്തേത്, ആവണിശ്ശേരി പഞ്ചായത്ത് BJPക്ക് നഷ്ടമാകുമോ എന്നുള്ളതും പ്രധാനപ്പെട്ട ചോദ്യമാണ്. അവിടെ മറ്റു മുന്നണികൾക്ക് മുന്നേറ്റമാക്കാനായി കഴിഞ്ഞാൽ അത് BJPയെ സംബന്ധിച്ച് പ്രാദേശികമായി തിരിച്ചടിയാവുകയും ചെയ്യും. അപ്പോൾ നമുക്ക് നേരെ വേഗത്തിൽ കൊച്ചിയിലേക്ക് മടങ്ങി വരാം. കൊച്ചി ഏറ്റവും പ്രധാനപ്പെട്ട, സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട കോർപ്പറേഷനുകളിൽ ഒന്ന്. കൊച്ചി നിലവിൽ കൗതുകം കൊണ്ട്, അതായത് രാഷ്ട്രീയ കൗതുകം കൊണ്ട് UDFന്റെ കയ്യിലുള്ള കോർപ്പറേഷൻ ആണെങ്കിൽ പോലും കഴിഞ്ഞ തവണ LDF അത് പിടിച്ചെടുക്കുകയായിരുന്നു. നിലവിൽ ഭരണം LDFനാണ്. UDFനെ സംബന്ധിച്ച് 31 സീറ്റുകളുണ്ട്. LDF ഭരണം കൈയാളുന്നത് 34 സീറ്റുകളുമായിട്ടാണ്. ആ കണക്ക് നമുക്ക് പരിശോധിക്കാം. CPIM 29, CPI 4, JDS 1. എങ്ങനെയാണ് 34 എന്ന് പറയുന്ന ആ റൗണ്ട് ഫിഗറിലേക്ക് എത്തുന്നത്? ഇവിടെ UDFനെ സംബന്ധിച്ച് 37 ഉണ്ട്. അതിൽ 27 സീറ്റുകളും നേടിയിട്ടുള്ളത്, അതായത് ഏറ്റവും വലിയ ഒറ്റകക്ഷിയായിട്ടുള്ള CPIMന്റെ തൊട്ടടുത്ത് തന്നെ കോൺഗ്രസ് ഉണ്ട് 27 സീറ്റുകളുമായി. CPIM 29 LDFിൽ. കോൺഗ്രസ് 27, മുസ്ലിം ലീഗ് 1, കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം 1, RSP 1, CMP 1. അങ്ങനെയാണ് UDF 31 എന്ന് പറയുന്ന കണക്കിലേക്ക് എത്തിയിരിക്കുന്നത്. BJPക്ക് 5 കോർപ്പറേറ്റർമാർ കൊച്ചി കോർപ്പറേഷനിൽ ഉണ്ട്. മറ്റുള്ളവർ 4 സ്വതന്ത്രരടക്കം മറ്റുള്ളവർ 4 പേരാണ് കൊച്ചി കോർപ്പറേഷനിലുള്ളത്. ഇനി എറണാകുളം ജില്ലയിൽ ആകെ കൗതുകം ഉയർത്തുന്ന 2 കാര്യങ്ങൾ നമുക്ക് നോക്കാം. കൊച്ചി കോർപ്പറേഷൻ UDF തിരിച്ചു പിടിച്ചാൽ അത് വലിയ തിരിച്ചുവരവാകും എന്നുള്ളതാണ് 1ാമത്തെ പ്രധാനപ്പെട്ട കാര്യം. 2, 2020 എന്ന് പറയുന്ന സമീപകാലത്ത് വളരെ ശക്തമായി കുതിച്ചുയർന്നു വന്ന മുന്നണികൾക്ക് അതീതമായിട്ടുള്ള ഒരു സംവിധാനം, ഒരു മുതലാളിയുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ ഒരു വ്യവസായിയുടെ നേതൃത്വത്തിൽ പ്രവർത്തിച്ചു വന്ന ആ സംവിധാനം ഭരിക്കുന്ന 4 പഞ്ചായത്തുകളുണ്ട്. അത് നിങ്ങൾക്കറിയാവുന്നതുപോലെ തന്നെ കിഴക്കമ്പലം, മഴുവന്നൂർ, ഐക്യരനാട്, കുന്നത്തുനാട് എന്നീ പഞ്ചായത്തുകളാണ്. അവിടങ്ങളിലെ ഭരണം നഷ്ടമാകുമോ എന്ന ചോദ്യത്തിന് UDFും LDFും ഉൾപ്പെടെ ഇവിടെ വളരെ ശക്തമായ രീതിയിൽ യോജിച്ചുള്ള പോരാട്ടമാണ് നടത്തിയതെന്ന് 2020 അവിടെ ആരോപിക്കുകയും ചെയ്യുന്നുണ്ട്. കേരളത്തിൽ എല്ലാവരും ഉറ്റുനോക്കുന്ന മുനിസിപ്പാലിറ്റിയാണ് പാലക്കാട്. കാരണം BJP ആണ് ഭരിക്കുന്നത്. ഒരുപാട് വിഷയങ്ങളുണ്ട്. BJP ഭരണം മാത്രമല്ല, രാഹുൽ മാങ്കൂട്ടം ലോക്കൽ MLA എന്ന നിലയിൽ കൂടി അവിടെ വാർത്തകളിൽ ഇടം പിടിപ്പിച്ചിരുന്നു പാലക്കാട്ടിലെ കക്ഷി നില ഇങ്ങനെയാണ്. അത് BJPക്ക് 28 സീറ്റുകളുമായി വലിയ ഭൂരിപക്ഷത്തോടു കൂടിയാണ് BJP അവിടെ ഭരിക്കുന്നത്. UDF ആണ് മുഖ്യ പ്രതിപക്ഷത്ത് 16 സീറ്റുകളുമായി. LDF 7 സീറ്റുകളുമായി അവിടെ 3ാം സ്ഥാനത്താണ്. വെൽഫെയർ പാർട്ടിക്ക് 1 സീറ്റും ഉണ്ട് എന്നുള്ളതാണ് പാലക്കാട് ജില്ലയിലെ അല്ലെങ്കിൽ പാലക്കാട് മുനിസിപ്പാലിറ്റിയിലെ രാഷ്ട്രീയ ചിത്രം. ഇനി രാഷ്ട്രീയ കൗതുകങ്ങൾ പാലക്കാടിനെ ശ്രദ്ധേയമാക്കുന്നു. മുനിസിപ്പാലിറ്റിയിൽ LDFും CPIMും പിന്നിലാണെങ്കിലും CPIMന്റെയും LDFന്റെയും കൊട്ടകൊത്തളം എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ഒരു ജില്ലയാണ് പാലക്കാട്. മുനിസിപ്പാലിറ്റിക്ക് അപ്പുറത്തേക്ക് ചെങ്കൊടിയാണ് നിലവിൽ പാറുന്നത്. പാലക്കാട് നഗരസഭ BJP നിലനിർത്തുമോ അതോ UDF തിരിച്ചു പിടിക്കുമോ എന്നുള്ളതാണ് പാലക്കാട്ടെ ഏറ്റവും പ്രധാനപ്പെട്ട
രാഷ്ട്രീയ ചോദ്യങ്ങളിൽ ഒന്ന്. CPI-യും വിമതരും UDF-ഉം ഒരുമിച്ച് മത്സരിക്കുന്ന കൊഴിഞ്ഞാമ്പാറയിൽ എന്ത് സംഭവിക്കുമെന്നുള്ളത് വലിയ രാഷ്ട്രീയ കൗതുകമായി നിലനിൽക്കുകയാണ്. അകത്തേത്തറ, പുതൂർ, മലമ്പുഴ പഞ്ചായത്തുകളിൽ ഇപ്പോൾ 2ാം സ്ഥാനത്തുള്ള BJP കുതിച്ചൊന്നാമതെത്തുമോ എന്നുള്ളത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല അടുത്ത വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടി വളരെ നിർണായകമാവുകയാണ്. 4ാമത്തെ പ്രധാനപ്പെട്ട കാര്യം, PK ശശി എന്ന് പറയുന്ന ഇപ്പോൾ CPM-ൽ ഉണ്ട് എന്നാൽ ഇല്ല എന്ന സ്ഥിതിയിൽ നിൽക്കുന്ന മുൻ പ്രധാനപ്പെട്ട നേതാവിന്റെ അനുഭാവികൾ മത്സരിക്കുന്ന മണ്ണാർക്കാട് നഗരസഭയിലെ മതേതര ജനാധിപത്യ മുന്നണിയുടെ ഭാവി എന്ത് എന്നുള്ളത് പാലക്കാട്ടെ ആ പ്രദേശത്തെ പ്രത്യേകിച്ച് മണ്ണാർക്കാട് നിയമസഭാ മണ്ഡലത്തിലെ ഉൾപ്പെടെ CPI-എമ്മിന്റെ ഭാവിയുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ചോദ്യമാണ്. നിലവിൽ BJP ഭരിക്കുന്ന 2ാമത്തെ നഗരസഭയായ പന്തളത്തേക്കാണ് ഇനി ഇലക്ഷൻ ഹെറാൾഡിന്റെ ഫോക്കസ് പോകുന്നത്. സീറ്റ് നില ഇങ്ങനെയാണ്, നമുക്ക് പരിശോധിക്കാം. BJP അവിടെ 18 സീറ്റുകൾ നേടി. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ അവസരത്തിൽ നിങ്ങൾ ഓർക്കേണ്ടത് ശബരിമല പ്രക്ഷോഭം കൊണ്ട് BJP ഏറ്റവും പ്രധാനപ്പെട്ട ഗെയിൻ ഉണ്ടാക്കിയിട്ടുള്ള മുനിസിപ്പാലിറ്റികളിൽ ഒന്ന് പന്തളമാണ്. അതായത് ഇതിന്റെ കോർ, പ്രൊട്ടസ്റ്റിന്റെ കോറായി നിന്നിട്ടുള്ള മുനിസിപ്പാലിറ്റികളിൽ ഒന്ന് പന്തളമാണ്. അവിടെ BJP 18, LDF-നാണ് അവിടെ മുഖ്യ പ്രതിപക്ഷ സ്ഥാനത്തുള്ളത്. 9 സീറ്റുകളുമായിട്ടാണ് LDF അവിടെയുള്ളത്. CPI-എം 8, CPI 1 സീറ്റുമായി, LDF പ്രതിപക്ഷ സ്ഥാനത്ത് മുഖ്യ പ്രതിപക്ഷമായി നിൽക്കുന്നു. UDF-ന് 5 സീറ്റുകളാണുള്ളത്, കോൺഗ്രസിന് 4, കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗത്തിന് 1 സീറ്റുമാണ് പന്തളം മുനിസിപ്പാലിറ്റിയിലുള്ളത്. ഒരു സ്വതന്ത്രൻ കൂടി ചേർന്നാണ് ഇപ്പോൾ ആകെയുള്ള 33 സീറ്റുകൾ എന്ന കണക്കിലേക്ക് എത്തിയിരിക്കുന്നത്. ഇനി പത്തനംതിട്ട ജില്ലയിൽ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ പരിശോധിച്ചാൽ, പന്തളം നഗരസഭ, കുളനട, കവിയൂർ, ഈ നഗരസഭയിലെ BJP-യുടെ ഭരണം, പന്തളം നഗരസഭയിലെ BJP-യുടെ ഭരണം നിലനിൽക്കുമോ? കുളനട, കവിയൂർ എന്നീ പഞ്ചായത്തുകളിൽ BJP-യുടെ ഭരണം നിലനിർത്തുമോ? LDF-ന് ഇവിടെ എന്തൊക്കെ നേട്ടം ഉണ്ടാക്കാൻ സാധിക്കും? LDF നിയമസഭയിൽ വലിയ നേട്ടമുണ്ടാക്കി. ജില്ലയിൽ ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് തലത്തിൽ അവർ ഭരണം നിലനിർത്തുന്ന സ്ഥലങ്ങളിൽ നിലനിർത്താൻ സാധിക്കുമോ? 4ാമത്തെ പ്രധാനപ്പെട്ട കാര്യം, രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജന്മജില്ല എന്ന നിലയിൽ, സ്വന്തം ജില്ല എന്ന നിലയിൽ ഈ വിഷയം ഏതെങ്കിലും തരത്തിൽ പന്തളത്ത് ഇമ്പാക്ട് ചെയ്യുമോ? പത്തനംതിട്ട ജില്ലയിലാകെ പ്രത്യേകിച്ച് അടൂരിലടക്കം ഇമ്പാക്ട് ചെയ്യുമോ എന്നുള്ളതാണ് ചോദ്യം. LDF-ന്റെ ഉറച്ച കോട്ട എന്ന് വിശ്വസിക്കുന്ന കോഴിക്കോട് കോർപ്പറേഷനിലെ നിലവിലെ നില കൂടി നമുക്കൊന്ന് പരിശോധിക്കാം വളരെ വേഗത്തിൽ. അവിടെ LDF 50 സീറ്റിൽ ഭരണം ഉറപ്പിച്ചിരിക്കുന്നു. പതിറ്റാണ്ടുകളായി LDF ഭരിക്കുന്ന കോട്ടയാണ്. CPI-എം 47, NCP 1, CPI 1, RJD 1 എന്നിങ്ങനെയാണ് കണക്ക്. UDF 18 സീറ്റുമായി മുഖ്യ പ്രതിപക്ഷത്തുണ്ട്. കോൺഗ്രസ് 10, ലീഗ് 8, മുസ്ലിം ലീഗ് 8 എന്നുള്ളതാണ് കണക്ക്. BJP-ക്ക് 7 കൗൺസിലർമാരാണ് ഉള്ളത്. കോഴിക്കോട് കോർപ്പറേഷനിൽ ജില്ലയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇവയാണ്. RMP ഭരിക്കുന്ന ഒഞ്ചിയം, ഏറാമല പഞ്ചായത്തുകൾ LDF തിരിച്ചു പിടിക്കുമോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അവിടുത്തെ രാഷ്ട്രീയ കൗതുകം കൂടിയാണ്. വാശിയേറിയ പോരാട്ടം അതിന് പിന്നിലുണ്ട്. വെൽഫെയർ പാർട്ടി UDF സഖ്യം മലബാർ ജില്ലകളിൽ പ്രത്യേകിച്ച് UDF-നെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുമോ? LDF-ന്റെ പ്രചാരണം ഏറ്റിട്ടുണ്ടോ? കൊടുവള്ളി നഗരസഭയിലെ CPI-എമ്മിന്റെ ഗ്ലാസ് തന്ത്രം ഫലിക്കുമോ എന്നുള്ളതും പ്രധാനപ്പെട്ട ചോദ്യങ്ങളിൽ ഒന്നാണ്. കണ്ണൂർ കോർപ്പറേഷനിലെ കണക്ക് കൂടി നമുക്ക് വേഗത്തിൽ നോക്കാം. കണ്ണൂർ കോർപ്പറേഷനിലെ കണക്ക് നമ്മുടെ വാളിലേക്ക് ഇതാ വളരെ വേഗത്തിൽ എത്തുകയാണ്. കണ്ണൂർ കോർപ്പറേഷനിലെ കണക്ക് ഇങ്ങനെയാണ്. അത് കേരളത്തിൽ കണ്ണൂർ കോർപ്പറേഷൻ മാത്രമാണ് UDF ആകെ ഭരിക്കുന്ന, കോൺഗ്രസിന് ഭരണമുള്ള ഒരു കോർപ്പറേഷൻ എന്ന് ആദ്യ പ്രേക്ഷകർക്ക് അറിയാമായിരിക്കും. UDF അവിടെ 34 സീറ്റുകളുമായി ഏകപക്ഷീയമായി ഭരിക്കുന്നുണ്ട്. വലിയ ഭൂരിപക്ഷമുണ്ട്. കോൺഗ്രസിന് 20, മുസ്ലിം ലീഗിന് 14 എന്നുള്ളതാണ് UDF-ന്റെ ഭൂരിപക്ഷം. മുഖ്യ പ്രതിപക്ഷത്തുള്ള LDF-ന് 19 സീറ്റുകളാണുള്ളത്, അല്ലെങ്കിൽ 19 വാർഡുകളിലാണ് കൗൺസിലർമാർ ജയിപ്പിച്ചിട്ടുള്ളത്. CPI-എം 17, CPI 2 എന്നിങ്ങനെയാണ് ഈ 19ന്റെ കണക്ക്. BJP-ക്ക് ആകെ ഒരൊറ്റ കൗൺസിലർ മാത്രമേ കണ്ണൂർ കോർപ്പറേഷനിൽ ഉള്ളൂ എന്നുള്ളതാണ്. കണ്ണൂർ ജില്ലയിൽ നമ്മൾ ആകെ നാളെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ ശ്രദ്ധാകേന്ദ്രങ്ങളായ ഫോക്കസ് പോയിന്റുകൾ ഇവയൊക്കെയാണ്. കണ്ണൂർ കോർപ്പറേഷൻ പിടിക്കുമെന്ന MV ഗോവിന്ദന്റെ വെല്ലുവിളി വിജയിക്കുമോ, അതോ UDF തങ്ങളുടെ തട്ടകം നിലനിർത്തുമോ? 10 പഞ്ചായത്തുകളിൽ CPI-എമ്മിന് പ്രതിപക്ഷമില്ല എന്ന സ്ഥിതി മാറുമോ എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. കണ്ണൂരിലാണ് CPI-എമ്മിന്റെ ബാലികേറമല എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ആന്തൂർ ഉൾപ്പെടെയുള്ള നഗരസഭകളിൽ തെരഞ്ഞെടുപ്പ് പോലും നടന്നിട്ടില്ല. CPI-എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിക്ക് വോട്ട് ചെയ്യാൻ പോലും സാധിച്ചിരുന്നില്ല, കാരണം എതിരാളി ഉണ്ടായിരുന്നില്ല എന്നുള്ള വിചിത്രമായിട്ടുള്ള അല്ലെങ്കിൽ കൗതുകകരമായിട്ടുള്ള ഒരു ചിത്രം കൂടി അവിടെ നിലനിൽക്കുന്നുണ്ട്. അവിടെ മത്സരിക്കാൻ നാമനിർദ്ദേശ പത്രിക നൽകിയിരുന്ന ആളുകൾ പോലും നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുന്ന സ്ഥിതി കൂടി ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെയാണ് കണ്ണൂർ ജില്ലയെ വ്യത്യസ്തമാക്കുന്നത്, കണ്ണൂർ കോർപ്പറേഷനെ വ്യത്യസ്തമാക്കുന്നത്.